അടുത്ത പോയിന്റിലേക്ക് പോയ ശേഷം നമുക്ക് എനിക്ക് ഈ രാജ്യലക്ഷ്യം അയോധ്യയും കൂടി ഒന്ന് ചോദിക്കണ്ടേ? അല്ല അത് ചോദിക്കാം. രണ്ടും ക്ലബ് ചെയ്ത് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ. ശരി, അങ്ങനെയാണെങ്കിൽ ആരായിരിക്കണം അടുത്ത പ്രധാനമന്ത്രി എന്ന ചോദ്യത്തിന്റെ ഉത്തരം കേരളം എങ്ങനെ ചിന്തിക്കുന്നു? ആരായിരിക്കണം കേരളത്തിലടുത്ത പ്രധാനമന്ത്രി? ഓർമ്മിക്കണം, 400 സീറ്റുകളിലേക്ക് BJP കടന്നേക്കാമെന്ന് BJP ആത്മവിശ്വാസം പ്രകടിപ്പിക്കും. രാജ്യം മുഴുവൻ മോദി ഗ്യാരണ്ടി വിളിക്കുമ്പോൾ കേരളം അങ്ങനെയല്ല. ആ ഗ്യാരണ്ടിയിൽ കേരളം അത്ര കണ്ട് വിശ്വസിക്കുന്നില്ല എന്നേ പറയാവൂ. അതെ, രാഹുൽ ഗാന്ധി തന്നെയാണ് 40.6%, നരേന്ദ്രമോദി 34.1%, 6.5% വ്യത്യാസം. അതെ, ശശി തരൂർ 5, മല്ലികാർജുൻ ഖാർഗെ കൂടി മുന്നിലേക്ക് വെച്ചാൽ 43%. ശശി തരൂർ കൂടി വന്നാൽ 48%. അവിടെ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി വരണമെന്ന് ആഗ്രഹിക്കുന്ന കേരളത്തിന്റെ മനസ്സ്. JR പത്മകുമാർ. ശ്രീ JR പത്മകുമാർ, കേട്ടല്ലോ ഇപ്പോൾ അയോധ്യ വിഷയം ഇവിടെ 2.6% പേർ മാത്രമേ ഉയർത്തുന്നുള്ളൂ. മോദി കേരളത്തിൽ പലതവണ വന്നു, പക്ഷേ പ്രധാനമന്ത്രി ആരാകണമെന്നുള്ള ആഗ്രഹം രാഹുൽ ഗാന്ധി, നിങ്ങൾ പരിഹസിക്കുന്ന രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണമെന്ന് കേരളം ആഗ്രഹിക്കുന്നു. നിങ്ങൾ തെറ്റായ ഒരു പ്രചരണമാണ് നടത്തുന്നത്. ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഏറ്റവും പ്രധാനമായി കൊടുക്കുന്നത് വികസന പ്രവർത്തനങ്ങളാണ്. കഴിഞ്ഞ കാലങ്ങളിൽ 10 വർഷക്കാലമായി NDA ഗവൺമെൻറ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ വികസനങ്ങൾ എണ്ണി ഓരോ നിങ്ങളുടെ പരസ്യങ്ങൾ കണ്ടില്ലേ? ഇന്ന് ഓരോ നിങ്ങളുടെ മീഡിയയിലും പ്രധാന മീഡിയകളിൽ വരുന്ന പരസ്യങ്ങൾ, NDA ഗവൺമെൻറ്റിൻ്റെ പരസ്യങ്ങൾ, ആ പരസ്യങ്ങൾ കണ്ടാൽ വികസന പ്രവർത്തനങ്ങൾ സാധാരണ അവസാന വരിയിൽ നിൽക്കുന്ന സാധാരണക്കാരനെയും കൈപിടിച്ച് ഉയർത്തി പൊതുധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് ഞങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തെറ്റായ ഒരു പ്രചരണമാണ്, നെറേറ്റീവാണ് നിങ്ങൾ കൊടുക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ വന്നു നിങ്ങളുടെ പ്രചരണം, നിങ്ങളുടെ സർവേയിൽ വന്നു എന്നിട്ട് ഞാൻ ചോദിക്കട്ടെ, 75-77 കാലഘട്ടത്തിൽ ഇന്ത്യയെ അടക്കി ഭരിച്ച് ജനാധിപത്യത്തെയൊക്കെ തകർത്ത് ഇന്ത്യൻ ജനതയെ കയ്യിലെടുത്ത് അമ്മാനമാടിയിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിക്കെതിരായി ഇന്ത്യയിലൊരു വികാരമുണ്ടായപ്പോൾ നിങ്ങളൊക്കെ പറയും വിവരമില്ലാത്ത കുറേ ആളുകളുണ്ട് എന്നൊക്കെ പറഞ്ഞ ആ വടക്കേ ഇന്ത്യയും മറ്റ് സംസ്ഥാനങ്ങളുമൊക്കെ എങ്ങനെ വിലയിരുത്തി? കേരളം എങ്ങനെ വിലയിരുത്തി? 77 തെരഞ്ഞെടുപ്പിൽ കേരളത്തെ എങ്ങനെ വിലയിരുത്തിയത്? ഇത്രമാത്രം ദ്രോഹവും പൗരാവകാശ ലംഘനവും ഒക്കെ നടത്തിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അന്ന് അവർക്ക് അനുകൂലമായി വിലയിരുത്തിയ ആളുകളാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് കേരളത്തിലെ ആളുകൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് കേരളത്തിൽ 34% ചെറിയ കാര്യമല്ല. വോട്ട് ബേസ് 20 ആയിരിക്കുമ്പോഴും അതിലും അധികം ആളുകൾ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിക്ക് വലിയ മെജോറിറ്റി കിട്ടിയെന്ന് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിന്റെ ഒരു ചിന്തിക്കുന്ന പാറ്റേണെ കുറിച്ചാണ്, രാജ്യരക്ഷയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു. കേരളത്തിൽ രാജ്യരക്ഷയ്ക്ക് 0 അല്ലെങ്കിൽ 1% എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ചിന്തിക്കുന്നത് അവരെ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകുമല്ലോ. കണ്ടെത്തിയ ആളുകൾ അല്ല അതാണല്ലോ വിദേശികൾക്ക് ഈ ശത്രു രാജ്യങ്ങൾക്ക് കൂടെ കയറി നിരക്കാനുള്ള ഒരു അവസരം ഉണ്ടായി കൊടുക്കണമെന്നുള്ളതാണ് നിങ്ങളുടെ കൺസെപ്റ്റ്. ഞങ്ങളുടെ കൺസെപ്റ്റ് അതല്ല. ഇത് ഞങ്ങളുടെ രാജ്യമാണ്. ഈ രാജ്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണല്ലോ നമ്മളിവിടെ നിങ്ങൾ കണ്ടെത്തിയ ഞാൻ അതല്ലേ പറഞ്ഞത്, നിങ്ങളുടെ മെത്തഡോളജിയെ ഞാൻ കുറ്റം പറയുന്നില്ല. നിങ്ങൾ മെത്തഡോളജിയെ ഞാൻ എതിർക്കുന്നില്ല. പക്ഷെ നിങ്ങൾ കണ്ടെത്തിയ ആളുകൾ ഒരുപക്ഷെ ഈ തരത്തിൽ ചിന്തിക്കുന്ന ആളുകളായിരിക്കാം. കേരളത്തിലെ ജനസംഖ്യയുടെ ഒരു പാറ്റേൺ ആണല്ലോ. അല്ല, പക്ഷേ അവിടെ ശരാശരി മറ്റ് 2 സർവേകളുടെയും ശരാശരി എന്ന് പറയുന്നത് 15% താഴെയായിരുന്നു. അന്ന് രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായ വലിയ തരംഗമായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. ആ ഘട്ടത്തിൽ നിന്ന് മാറി ഏകദേശം ഇരട്ടിപ്പിച്ചിട്ടുണ്ട് നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായ. നിങ്ങൾ 15% എന്ന് പറയുമ്പോൾ 2019 വോട്ടില് ഏകദേശം നമ്മുടെ UDF-ന് LDF-ന് 71 ലക്ഷം വോട്ട് കിട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടിയത്? 31 ലക്ഷത്തിൽ കൂടുതൽ വോട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ പെർസെൻറ്റേജ് പറയണ്ട. കോൺഗ്രസിന് അന്ന് 96 ലക്ഷം വോട്ടിന്റെ അടുപ്പിച്ച് കിട്ടുമ്പോഴേക്കും ഞങ്ങൾക്ക് 31 ലക്ഷം വോട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പെർസെന്റേജിന്റെ അടിസ്ഥാനത്തിലല്ല, വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഞങ്ങൾ ഒരു അങ്ങനെയാണെങ്കിൽ അടുത്ത കണക്ക് കൂടി താങ്കൾ ഒന്ന് പറയൂ. ഇത് മോദി സർക്കാരിന് അനുകൂലമായ ഒരു വിധി എഴുത്താണ്. അനുകൂലമായ കാര്യങ്ങൾ വരുമ്പോൾ എന്താണ് താങ്കൾ പറയുന്നത് കേൾക്കാൻ